അങ്ങനെ ഓർഡർ ചെയ്ത സാധനം എല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം വേറെ അല്ല, നമ്മുടെ ഹോഷിയുടെ അതിൻ്റെ മേളിൽ കൂടെ റാപ്റ്റർ കയറി പോയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയതാട്ടോ. റിയർ ഡ്രൈവ് ഷാഫ്റ്റൊക്കെ എല്ലാം പോന്ന് തെറിച്ചു പോയി. പിന്നെ അതിൻ്റെ ബാക്കിൽ സ്വിങ് ആം കണക്ഷൻ ഉണ്ട്, ലിങ്ക് റോഡ്, അതൊക്കെ എല്ലാം ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ സംഭവം എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് സാധനത്തിന് പണിത് ഇറക്കിയിട്ടില്ലേ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോട്ടിൽ ഇറക്കുമെന്ന്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഇതാണ് റിയർ സ്വിങ് ആമിൻ്റെ കണക്ഷൻ റോഡ് കേട്ടോ, അതായത് ലിങ്ക് റോഡ്. ഇതാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോണത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ്, റിയർ ഡ്രൈവ് ഷാഫ്റ്റ് ഓൾറെഡി നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നു, സാധനം തെറിച്ച് പോയിട്ട് നമുക്ക് കിട്ടിയായിരുന്നു റോട്ടിൽ നിന്ന്. അപ്പോൾ ഇതിൽ നേരെ ഇനി ഗ്രീസ് അപ്ലൈ ചെയ്യുക, ഇത് ഫിക്സ് ചെയ്യുക, പിന്നെ ഈ റോഡും കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓക്കെ. നേരത്തെ തന്നെ ഞാൻ ഇതിൻ്റെ മെയിൻ ഡ്രൈവ് ഷാഫ്റ്റ് ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഗ്രീസ് ഞാൻ യൂസ് ചെയ്യണത് റെഡ് സ്പൈഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഉണ്ടോ. നേരെ എടുക്കുക, നേരെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനത്തെ വൺ സൈഡ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നേരെ അപ്പർ സൈഡും കൂടി സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ. അങ്ങനെ ഫുള്ളായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് സൈഡും പ്രോപ്പറായിട്ട് ജീവൻ പ്രാപിച്ചിരിക്കുന്നു. വണ്ടി ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഓക്കെ ഉണ്ട്. നേരെ ബോഡിയും കൂടി ഫിക്സ് ചെയ്തിട്ടില്ലേ, ബാക്ക് സൈഡിലൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, കാണിച്ചു കേട്ടോ. അങ്ങനെ ഫുള്ള് ബോഡിയൊക്കെ അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് പുറത്ത് കൊണ്ട് ഒരു പൊള്ളിയുണ്ട്, എന്നിട്ട് കാണിച്ചു തരാം.